Praise be to Jesus Christ and Blessed Virgin Mary. Welcome back to Catholic Workby. ഞാൻ Ashik Joy. As usual, let us begin with a prayer. Pater noster qui es in celis, sanctificetur nomen tu, advenia regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed liberae nos a malo. Amen. 1847 ഒക്ടോബർ മാസം 3-ാം തീയതി ഒരു ഞായറാഴ്ച ദിവസം 2000-ത്തിലധികം ആളുകൾ മെക്സിക്കോയിലെ ഒക്കോട്ട്ലൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മഹാദൃശ്യം കാണുകയുണ്ടായി. ലോക ചരിത്രത്തിൽ ആർക്കും ക്രിസ്തുവിൻ്റെ മരണശേഷം ആർക്കും ലഭിച്ചിട്ടില്ലാത്ത ഒരു മഹാഭാഗ്യമാണ് ഈ ടൗണിലുള്ള 2000 പേർക്ക് ലഭിച്ചത്. അത് മറ്റൊന്നുമല്ല, ഈ ടൗണിൽ ഈ സംഭവം, ഈ അത്ഭുതം നടക്കുന്നതിന് ഒരു ദിവസം മുൻപ് ഒരു ഭൂചലനം ഉണ്ടാവുകയും 40-ഓളം ആളുകൾ മരിക്കുകയും ചെയ്തു. പിന്നീട് ഈ അത്ഭുതം നടക്കുന്ന ദിവസം അമോൽബോ മാതാവിൻ്റെ ചാപ്പലിൽ, സെമിത്തേരിയിലുള്ള ചാപ്പലിൽ ഫാദർ ജൂലിയൻ നെവാരോ എന്ന് പറയുന്ന വൈദികൻ ദിവ്യബലി അർപ്പിക്കാൻ വേണ്ടി തുടങ്ങാൻ പോവുകയാണ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോണ സമയത്ത് ഇവർ കാണുകയാണ് 2 വെളുത്ത മേഘങ്ങൾ അടുത്തടുത്തായി വന്ന് ഒരുമിച്ച് നിൽക്കുന്നു. പിന്നീട് കണ്ടതാണ് ആളുകളെ ഞെട്ടിച്ചത്. ക്രൂശിതനായ ഈശോയുടെ ചിത്രം, ഈശോ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ചിത്രം ആകാശത്തെ ദൃശ്യമായി. കളർഫുൾ ചിത്രം. മേഘങ്ങൾ രൂപപ്പെട്ടു വന്നതല്ല, ഈ രൂപത്തിൽ ചിത്രം തന്നെ. കാൽവരി മലയിൽ ആരോ പോയി ഫോട്ടോ എടുത്ത് ഈ ഫോട്ടോ ആകാശത്ത് പ്രൊജക്റ്റ് ചെയ്താൽ എങ്ങനെയുണ്ടാവും, അതുപോലെ ഈശോ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ചിത്രം 2000-ത്തിലധികം ആളുകൾ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് മാറത്തടിച്ച ആളുകൾ വിലപിക്കുന്നു. പലരും മനസ്താപ പ്രകരണം ചൊല്ലുന്നു, പലരും കരയുന്നു, തങ്ങളുടെ പാപങ്ങളെ ഓർത്ത് കരയുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തെ അവർ വിളിക്കുന്നത് ദ ലോർഡ് ഓഫ് മേഴ്സി എന്നാണ്. പിന്നീട് 1875 സെപ്റ്റംബർ മാസം ഈ ഒരു സംഭവത്തെ ആസ്പദമാക്കി കർത്താവിനോടുള്ള ബഹുമാനാർത്ഥം അവർ പുതിയൊരു ഇടവക ദേവാലയം സ്ഥാപിച്ചു. പിന്നീട് സാക്ഷികൾ, 10-60-ലധികം സാക്ഷികൾ ഇത് എഴുതി കൊടുത്തു എന്താണ് അവർ കണ്ടത് എന്നുള്ളത്. അങ്ങനെ 1911 സെപ്റ്റംബർ 29-ന് ഗ്വാഡലാർജയിലെ ആർച്ച് ബിഷപ്പ് ഈ അത്ഭുതം, ഈ ഒരു മഹാസംഭവം സത്യമാണ് എന്ന് സ്ഥിരീകരിച്ചു. ആർച്ച് ബിഷപ്പ് പറഞ്ഞത് ഇപ്രകാരമാണ്: We must acknowledge as an historical fact, perfectly proven, the apparition of the blessed image of Jesus Christ crucified, and that it could not have been the work of an hallucination or fraud. ഇത് ഒരിക്കലും ഒരു തട്ടിപ്പോ, ഒരു ഹാലൂസിനേഷനോ, ഒരു തോന്നലോ ഒന്നുമല്ല. Since it happened in broad daylight in the sight of more than 2000 people. കാരണം ഇത് പകൽ വെളിച്ചത്തിൽ 2000-ത്തിലധികം ആളുകൾ നോക്കി നിൽക്കെ ആകാശത്തിൽ ദൃശ്യമായൊരു സംഭവമാണ്. 1847 അന്ന് കമ്പ്യൂട്ടറില്ല, പ്രൊജക്ടറില്ല, മൊബൈൽ ഫോണില്ല, ബ്ലൂ ബീം ഇല്ല. ഈ ബ്ലൂ ബീം പ്രൊജക്റ്റ് വളരെ അപകടകാരിയായിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കറിയാം, ഈ ഗരബന്താൾ മുന്നറിയിപ്പ് കഴിഞ്ഞാൽ ഇതൊക്കെ ബ്ലൂ ബീം പ്രൊജക്റ്റാണ് എന്നൊക്കെ പറഞ്ഞു വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അന്ന് ഈ ടെക്നോളജി ഒന്നും ഇല്ലാതിരുന്ന സമയത്താണ് പകൽ വെളിച്ചത്തിൽ 2000-ത്തിലധികം ആളുകൾ ഈ ഒരു മഹാസംഭവം കണ്ടത്. അതുകൊണ്ട് ആർച്ച് ബിഷപ്പ് പറയാണ്, ഇതൊരിക്കലും ഒരു ഫേക്ക് ആയിട്ടുള്ള കാര്യമല്ല. 2000 സാക്ഷികളുണ്ട്, പകൽ സമയത്ത് സംഭവിച്ച കാര്യമാണ്. He also said so that the Lord of mercy would never be forgotten. അതുകൊണ്ട് ഈ ഒരു സംഭവം ആരും ഒരിക്കലും മറക്കാൻ പാടില്ല. The faithful must gather together in whatever manner possible after purifying their consciousness with the holy sacraments of penance and holy communion, and solemnly swear in the presence of God for themselves and their descendants that year after year they celebrate the October 3rd anniversary. അപ്പോൾ ആർച്ച് ബിഷപ്പ് പറയുകയാണ്, നിങ്ങൾ ഒക്ടോബർ 3-ന് ഇതെപ്പോഴും നിങ്ങൾ ഈ ഒരു ആഘോഷം, ഈ ഒരു തിരുനാൾ നിങ്ങൾ കൊണ്ടാടണം. കാരണം ദൈവം ചൊരിഞ്ഞ വലിയൊരു കരുണയാണ് ഈ ആളുകളുടെ എല്ലാം വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക്
ഈ ഒരു വിശ്വാസം നിങ്ങൾ കൈമാറണം. ഇതൊരിക്കലും നിങ്ങൾ മറക്കരുത് എന്ന്. പിന്നീട് 1997 മിസ്റ്റർ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ 150ാമത്തെ വാർഷിക ദിനത്തിൽ തൻ്റെ അപ്പസ്തോലിക ആശീർവാദം ഈ ജനതയ്ക്ക് വേണ്ടിയിട്ട് നൽകുകയുണ്ടായി. സോ ഒന്ന് നോക്കൂ, ഇതുപോലെ തന്നെയായിരിക്കും ഈ മെക്സിക്കോയിൽ ഒക്കോട്ലനിൽ സംഭവിച്ച ഈ ഒരു ക്രൂശിത ദർശനം പോലെ തന്നെയായിരിക്കും ഗരബന്താൾ മുന്നറിയിപ്പിൻ്റെ സമയത്ത് സംഭവിക്കാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ വിശുദ്ധരെ നൽകിയിട്ടുള്ള നിരവധി മെസ്സേജസ് കിടക്കുകയാണ്. ഞാനെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബാലൻ ജോർജി ഷോബി എന്ന് പറഞ്ഞ ബാലന് വിശുദ്ധർ ഒരുപാട് വിശുദ്ധർ നൽകിയ മെസ്സേജസ്, അതിലെല്ലാം അവർ റിപ്പീറ്റഡായിട്ട് പറയണത് ഗരബന്തൽ വാണിംഗ് ഈസ് നിയർ വളരെ അടുത്തിരിക്കുന്നു എന്നാണ്. ഗരബന്തൽ വാണിംഗ് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലോ യൂട്യൂബ് തന്നെ ഉണ്ടാവുമെന്ന് നമുക്കറിയത്തില്ല. കാരണം ഇതെല്ലാം നിയന്ത്രിക്കുന്ന ആളുകൾ മരിച്ചു വീഴാനുള്ള സാധ്യതകളുണ്ട്. കാരണം ആരും വെൽ പ്രിപ്പയർഡ് അല്ല. ഈ വാണിങ്ങിനെ പറ്റി എത്ര പേർക്കറിയാം? അതുകൊണ്ടാണ് ഞാനിത് റിപ്പീറ്റഡ്ലി ഞാൻ പറയണത്. ഇതൊരു മഹാസംഭവമായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കാരുടെ വീടൊക്കെ സന്ദർശിക്കുമ്പോൾ അല്ലെങ്കിൽ എല്ലാവരും ഒത്തുകൂടുമ്പോഴൊക്കെ നിങ്ങൾ ഈ ഗരബന്തൽ വാണിങ്ങിനെ പറ്റി പറയണം. ആൾക്കാർ കളിയാക്കും, വട്ടാണെന്ന് പറയും. പക്ഷേ ഇത് നിങ്ങൾ പറയണം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അവർ നിങ്ങളോട് നന്ദിയുള്ളവരായിരിക്കും, ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കും. അതുകൊണ്ട് പരിഹസിക്കുന്നവർ പരിഹസിച്ചോട്ടെ, നമ്മളിത് പറയണം. ഇത് മഹാസംഭവമായിരിക്കും. ലോക ചരിത്രത്തിൽ ഇന്നേ വരെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ കുരിശുമരണ ഉദ്ധാനത്തിന് ശേഷം സംഭവിക്കുന്ന മഹാസംഭവമായിരിക്കും ഗരബന്തൽ വാണിംഗ്. ആക്ച്വലി അന്നാണ് ഈ രണ്ടാം പെന്തക്കൊസ്ത സംഭവിക്കാൻ പോകുന്നത്. സഭയിൽ പുതിയ ഉണർവുണ്ടാവും, എല്ലാം പ്രോപ്പറായിട്ട് പോകും. പക്ഷെ അതൊക്കെ കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുള്ളൂ. എങ്കിലും ഇതൊക്കെ സത്യമാണ് എന്നും ആളുകൾ ദൈവത്തിലോട്ട് തിരികെ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മളിത് പറയണം. അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ വ്യാജ വാർത്ത കേട്ട് ഈ ഒരു മുന്നറിയിപ്പ് സംഭവിച്ചിട്ടില്ല എന്ന് നമ്മുടെ തന്നെ സുഹൃത്തുക്കളും ബന്ധുക്കാരൊക്കെ വിശ്വസിച്ച് പോകും. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മൈൻഡിൽ ഉണ്ടാവും, ഇവൻ നേരത്തെ പറഞ്ഞതാണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിലെന്തോ കാര്യമുണ്ട് എന്നുള്ളത്. അതോടെ നമുക്ക് പ്രാർത്ഥനയോടെ ഒരുങ്ങിയിരിക്കാം. മെക്സിക്കോയിലെ ജനത്തിന് ലഭിച്ച അതേ ഭാഗ്യം ഇനി വിത്തിൻ ഫ്യൂ ഇയേഴ്സ്, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ ഈ ഗരബന്തൽ മുന്നറിയിപ്പ് കാണും. ഉറപ്പായിട്ടും നമ്മൾ കാണുക തന്നെ ചെയ്യും. അതിനുള്ള സമയം അടുത്തു വരുന്നു. പരിശുദ്ധ മറിയത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനസ് തേക്കും ബെനഡിക്താത്തു ഇൻ മുളിയേരിവൂസ് et benedictus fructus ventris tui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christe Ore.